ഷോക്കിംഗ് തന്നെയാണ് ഈ വാർത്ത. ഷോക്കിംഗ് തന്നെയാണ് ആ ഹെഡിങ്ങും മാതൃഭൂമിയുടെ ഹെഡിങ്ങും. സ്കൂൾ കെട്ടിടത്തോടുള്ള വൈദ്യുത കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് 8ാം ക്ലാസ്സുകാരൻ മരിച്ചു. ഒരുപക്ഷേ ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും KSEBിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായ ഗുരുതരമായ വീഴ്ച എന്ന് വേണം പറയേണ്ടി വരും. എല്ലാവരും ഇതിൽ പ്രതികളാണ് എന്ന് വേണം കാണാൻ. അവിടെ ഒരു സൈക്കിൾ ഷെഡ് കെട്ടിയിട്ടായിരുന്നു. ആ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ വൈദ്യുത കമ്പി പോകുന്നുണ്ട്. ആ വൈദ്യുത കമ്പിയിലാണ് ഈ കുട്ടി പിടിക്കുകയും വീണ് മരിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മാതൃഭൂമി 1-ാം പേജിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം നൽകിയിട്ടുണ്ട്. നിയമപ്രകാരം വൈദ്യുത കമ്പിക്ക് കീഴിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ പാടില്ല. ഷെഡ് നിർമ്മിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ആ ഷെഡാണ് ഈ സൈക്കിൾ ഷെഡായിട്ട് പറയുന്നത്. ഈ വാർത്തയുടെ മറ്റൊരു പ്രാധാന്യത്തിലേക്ക് പോകുമ്പോൾ, വാർത്ത ഇന്നലെ വന്നു, കുട്ടി മരിച്ചു, അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളുടെ മന്ത്രി ചിഞ്ചുറാണി, അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്നു. ഒരു സൂംബ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തിയത്. ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മന്ത്രി പറഞ്ഞൊരു വാചകം, അതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയൊരു മറ്റൊരു വശമായി പറയുന്നത്. അതാണ് അതിൽ ഒരുപക്ഷെ വിദ്യാർത്ഥി മരിച്ച സംഭവം, വനിതാ നേതാക്കൾക്കൊപ്പം സൂംബ കളിച്ച ശേഷം മന്ത്രി പറയുന്നത്, കുട്ടിയുടെ മരണത്തെ ന്യായീകരിക്കുന്നില്ല, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഈ കുട്ടി ഇങ്ങനെ അവിടെ കയറാൻ പാടില്ലായിരുന്നു, അവിടെ കയറിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ചിഞ്ചുറാണി പറഞ്ഞതായിട്ട് കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്.